കഴിഞ്ഞ ദിവസം ഒരു കിഡിലൻ സർവൈവൽ മൂവി കണ്ടു. സർവൈവൽ മൂവി എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. കിഡിലൻ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. യാദൃശ്ചികമായിട്ട് കണ്ടൊരു സിനിമയാണ്. 2023 ഫെബ്രുവരി മാസത്തിൽ കന്നഡ ഭാഷയിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ജൂലിയറ്റ് 2 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം മലയാളം ഡബ്ഡ് വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാദൃശ്ചികമായിട്ട് കണ്ടൊരു സിനിമയാണ്. തീരെ പ്രതീക്ഷിക്കാതെ കണ്ടൊരു സിനിമയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് സിനിമയിലെ നായിക പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. സിനിമയിലെ നായിക അച്ഛനും അമ്മയൊന്നും ഉണ്ടാവില്ല, മരിച്ചു പോയതായിരിക്കും, ആക്സിഡൻറ്റിൽ മരിച്ചു പോയതായിരിക്കും. അപ്പം അച്ഛൻ്റെ ഒരു അവസാനത്തെ ഒരാഗ്രഹമായിരിക്കും അച്ഛൻ പണയപ്പെടുത്തിയ സ്വന്തം വീട് അത് തിരിച്ചു പിടിക്കണം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ്റെ അവസാനത്തെ ആ ഒരു ആഗ്രഹമായിരിക്കും. ആ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നായിക മുന്നിട്ടിറങ്ങുന്നു. ഒരു നാട്ടിൻപുറത്ത് ഒരു മലയ്ക്ക് മുകളിലായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടായിരിക്കും ആ ഒരു വീട്. അപ്പോൾ ആ ഒരു വീട് സ്വന്തമാക്കാൻ വേണ്ടി വരുന്നതും ആ പണം കൊടുത്തിട്ട് ആ വീട് സ്വന്തമാക്കാൻ വേണ്ടി വരുന്നതും അവിടെ ഒരു ദിവസം രാത്രി താമസിക്കുന്നതാണ്. ആ ഒരു രാത്രി താമസിക്കുന്ന സമയത്ത് അവിടെ ആ ഒരു രാത്രി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അവിടെ അവൾ നേരിടുന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഒരു സർവൈവിങ് മൂഡിലേക്കാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ സിനിമയുടെ ആ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇവളുടെ സംഭവങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നതും ബാക്കിയുള്ള 1 മണിക്കൂർ കിടിലൻ സംഭവങ്ങളാണ്. ഒരു രാത്രി വെളുക്കുവോളം ഉള്ളൊരു സംഭവങ്ങളാണ് പിന്നീടുള്ള 1 മണിക്കൂറിൽ പറഞ്ഞു പോകുന്നത്. കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ്, കിടിലൻ മേക്ക് ഓവറാണ്, കിടിലനാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു. അത്രയൊന്നും പ്രതീക്ഷയോടുകൂടി കണ്ട സിനിമയല്ല, അതുകൊണ്ടുകൂടി ആയിരിക്കും എന്നെ ഞെട്ടിച്ചത് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് സിനിമയുടെ എന്താ പറയുക ബൃന്ദ ആചാര്യാണ് നായികയായിട്ട് വന്നിരിക്കുന്നത്. പൊള്ളി പെർഫോമൻസ് ആയിരുന്നു, കിടിലൻ പെർഫോമൻസ് ആണ്. കിക്ക് ബോക്സിംഗ് ഒക്കെ സൂപ്പറായിരുന്നു സംഭവം. പിന്നെ വിരാട് ബി ഗൗഡയാണ് ഈ സിനിമയുടെ റൈറ്ററും ഡയറക്ടറൊക്കെ ആയിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മലയാളം ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ് ഈ ഒരു സിനിമയുടെ. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നല്ല ക്വാളിറ്റി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവാണ് ഈ സിനിമയുടെ. ഒന്നും എന്താ പറയുക, ഒരു വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് ഈ സിനിമയിൽ പിടിക്കാത്ത ഒറ്റ സംഭവം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഒരു നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം പോലെ തോന്നി. പക്ഷേ അത് വേണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. തീരെ പ്രതീക്ഷിക്കാതെ കണ്ട ഒരു സിനിമ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. ഒരു കൊച്ചു സിനിമയാണ്, നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ജൂലിയറ്റ് 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.